നിക്കോ വില്യംസ് തൻ്റെ സേവനങ്ങൾക്ക് പെരുത്ത നന്ദിയുണ്ട്. കാരണം ആ രീതിയിലുള്ള പരിപാടിയാണ് പ്ലെയർ ചെയ്തു വെച്ചിട്ടുള്ളത്. അതായത് കഴിഞ്ഞ സമ്മറിൽ ബാസ മൂവിന് ഇൻട്രസ്റ്റ് ഇല്ലാന്ന് പറഞ്ഞിട്ട് ബാസയുടെ ഓഫർ കംപ്ലീറ്റ്ലി റിജക്ട് ചെയ്ത പ്ലെയർ ഈ സീസൺ എൻഡായ ടൈമിൽ ബാസ മൂവിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ബാസയുടെ ഒരു അറ്റൻഷൻ ഗെയിൻ ചെയ്യുകയും നാഷണൽ ടീമിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത് കൊണ്ട് ഫാൻസിൻ്റെ പ്രഷറിൻ്റെ പുറത്ത് ബാസ ഈ ഒരു ഡീലിൽ റെഡി ആവുകയും ലാസ്റ്റ് നിമിഷം പ്ലെയറിൻ്റെ ക്യാമ്പും പ്ലെയറും അതുമാത്രമല്ല പ്ലെയറിൻ്റെ ഏജൻറ്റ് വന്ന് പറയുകയാണ് ഗ്യാരണ്ടി വേണം, ലാലിഗ രജിസ്ട്രേഷൻ ഓൺ ടൈമിൽ നടക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ഗ്യാരണ്ടി വേണം, അല്ലെങ്കിൽ ഫ്രീ ഏജൻ്റ് ആയിട്ട് വിടണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഗ്യാരണ്ടീസ് ആയിട്ട് വന്നപ്പോഴേക്കും ബാസക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ലാസ്റ്റ് കാണുന്നത് പ്ലെയർ ബിൽബോ ആയിട്ട് കോൺട്രാക്ട് റിന്യൂവൽ നടത്തുന്നതാണ്. 2035 വരെയുള്ള ഒരു കോൺട്രാക്ട് റിന്യൂവൽ. പ്ലെയറിൻ്റെ റിലീസ് ക്ലോസ് എന്ന് പറയുന്നത് ഏകദേശം 90 to 100 മില്യൺ യൂറോസ് ആയിട്ട് മാറി. അതായത് 62 നേരെ 90. അപ്പോൾ ഇത് ബിൽബാവിന് അറിയാവുന്ന ഒരു കാര്യമാണ്. അതായത് ആ ഒരു എമൗണ്ട് ഈ പറയുന്ന ബാസ ട്രിഗർ ചെയ്യാൻ വരത്തില്ല എന്ന്. പക്ഷെ അതേ സമയത്ത് ബയൺ ആണെങ്കിൽ രംഗത്ത് വരും. അപ്പോൾ എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഈ പറയുന്ന ബയൺ മ്യൂണിക്ക് ആ 90 മില്യൺ യൂറോസ് ട്രിഗർ ചെയ്യാൻ വരും. ബാസ വരില്ല. ട്രിഗർ ചെയ്യും. പ്ലെയറിൻ്റെ ഏജൻറ്റിൻ്റെ പ്രഷറിൻ്റെ പുറത്ത് ചിലപ്പോൾ നീക്കോ വില്യംസ് ഈ പറയുന്ന ബയണിൽ പോവാം. ബാസയിൽ വരൂല. കാരണം ബാസ അത് ട്രിഗർ ചെയ്യില്ല. ഇവിടെ പക്കയായിട്ടുള്ള ബിട്രയലാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. നീക്കോ വില്യംസ് ഒരു സ്റ്റാൻഡേർഡ് കാണിച്ചില്ല എന്ന് വേണം പറയാൻ. കാരണം ആ ഒരു അനൗൺസ്മെൻറ്റ് വീഡിയോൻ്റെ അത് പ്ലെയർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്ലെയറിന് കംഫേർട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹോം എന്ന് പറയുന്ന ഫീലിംഗ് വരുന്നത് ബിൽബാവ് ആണ്. പ്ലെയറിൻ്റെ ഹാർട്ട് പറയുന്നത് ഈ ബിൽബാവിൽ കണ്ടിന്യൂ ചെയ്യുക എന്നാണ്. അങ്ങനെയാണെങ്കിൽ പ്ലെയർ എന്തിനാണ് ഈ ഒരു ബാസ മൂവിന് കഴിഞ്ഞൊരു മാസമായിട്ട് ഇൻട്രസ്റ്റ് കാണിച്ചത്? അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പ്ലെയർ ബാസയുടെ പേരും പറഞ്ഞിട്ട് ഈ പറയുന്ന ബിൽബാവിൽ നിന്ന് അത്യാവശ്യം വലിയൊരു സാലറി വാങ്ങാനാണ് ശ്രമിച്ചത്. അല്ലാതെ വേറൊരു ഓപ്ഷനോ കാര്യങ്ങളോ ഞാൻ പേഴ്സണലി കാണുന്നില്ല. ഇവിടെ ബയൻ്റെ ഭാഗത്ത് നിന്ന് ഓഫർ വന്നിട്ടും പ്ലെയർ ആ ഒരു ഡീലിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ബാസ ഡീല് മതിയെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് നിമിഷം ബിൽബാവ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ബിൽബാവ് എന്ന് പറയുന്ന ക്ലബ്ബ് ബാസയും അതേപോലെ തന്നെ ഈ പറയുന്ന ബയൺ ഓഫർ ചെയ്യുന്ന എമൗണ്ടിനേക്കാളും അത്യാവശ്യം ബെറ്റർ ആയിട്ടുള്ള ഓഫർ മുന്നോട്ട് വെച്ചുകൊണ്ടായിരിക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും നീക്കോ വില്യംസ് ചെയ്യുന്നത് വളരെയധികം റോങ് ആണ്. കാരണം ഈ രീതിയിലുള്ള അപ്രോച്ച് ബാസ പോലും തീരെ പ്രതീക്ഷിച്ചില്ല. ശരിക്കും നമ്മൾ വേറെ പ്ലെയറിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ടൈമാണ് ഈ ഒരൊറ്റ പ്ലെയർ കാരണം നഷ്ടമായിട്ടുള്ളത്. നമ്മുടെ ടൈം കംപ്ലീറ്റ്ലി വേസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. വാക്ക് പറയുമ്പോൾ ഓക്കെ ബാസ മൂവിനാണ് വരുന്നത്, എനിക്ക് വലിയ രീതിയിലുള്ള ഗ്യാരണ്ടീസോ കാര്യങ്ങളോ വേണ്ട എന്ന് പറഞ്ഞു വരുമ്പോൾ ലാസ്റ്റ് നിമിഷം കാല് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ, അത് ശരിയായിട്ടുള്ള കാര്യമല്ല. ജോൺ ലപ്പോർട്ട ബോർഡ് എന്തായാലും ലാലിഗ രജിസ്ട്രേഷൻ ഓൺ ടൈമിൽ നടത്തിയിരിക്കും. അതിൽ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ വരാൻ വേണ്ടി പോകുന്നില്ല. പക്ഷേ നീക്കോ വില്യംസ് ചെയ്ത പരിപാടി ഉണ്ടല്ലോ, അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തായാലും ഇങ്ങനെ പോവുകയാണെങ്കിൽ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ റാഷ്ഫോർഡ് മിക്കവാറും വരാനുള്ള ചാൻസ് കാണുന്നുണ്ട്. കാരണം ലൂയിസ് ഡിയാസ് ഡീലിൻ്റെ പേരിൽ അത്യാവശ്യം വലിയൊരു എമൗണ്ട് ബാസ ഇറക്കേണ്ടി വരും. ഒരു 70-80 മില്യൺ യൂറോസ് ഇറക്കേണ്ടി വരും. അത് അവിടെ ബാസ ബോർഡ് ചെയ്യാൻ തോന്നുന്നില്ല. പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ലുക്മാനും അതേപോലെ തന്നെ റാഷ്ഫോർഡാണ്. റാഷ്ഫോർഡ് ലോൺ ഡീൽ വഴി വരാനുള്ള ചാൻസ് കാണുന്നുണ്ട്. സോ നീക്കോ വില്യംസ് ചെയ്ത വലിയൊരു ദ്രോഹമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. നന്നായി വാ.